ടു ഫ്രാങ്കിങ് ലെക്ചേഴ്സ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോ യുവർ സെമസ്റ്റർ ആണ്. സോ നമ്മുടെ S1 ഗ്രൂപ്പ് എ സെക്ഷൻ്റെ നോ യുവർ സെമസ്റ്റർ ആണ്. ഓക്കെ, സോ നോ യുവർ സെമസ്റ്റർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സെമ്മിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെമ്മിൽ എന്തൊക്കെ സബ്ജക്ട്സ് ഉണ്ട്, ആ സബ്ജക്ട്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അതേപോലെ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ നമ്മുടെ ഇയർ ഔട്ട് ക്രൈറ്റീരിയ എന്താണ്, അതേപോലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സക്സസ്സിലോട്ട് എത്താൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളിപ്പം എഞ്ചിനീയറിംഗ് ലൈഫിലോട്ട് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പം ഇപ്പോഴേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിലോട്ട് നല്ലൊരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും അല്ലേ. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അടിത്തറയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സെക്ഷൻ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പം നിങ്ങളിപ്പം കയറിയിട്ടേ ഉള്ളൂ. അപ്പം ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ബിൽഡിംഗ് പ്രോപ്പറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻഡിലെത്തുമ്പം കിടന്ന് ഓടേണ്ടി വരത്തില്ല. അപ്പം ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിങ്ങിലോട്ടാണ് നിങ്ങൾ കാലെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ അന്ന് മുതൽ തന്നെ നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതേപോലെ ഓരോ ദിവസവും ഒരു പെർട്ടിക്കുലർ ഒരു ചെറിയൊരു ടൈം പീരീഡ് വെച്ച് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഇപ്പം മുന്നിലുണ്ട്. അപ്പം ആ ഡിസ്ട്രാക്ഷൻസ് എങ്ങനെ കുറയ്ക്കണമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യാം. അപ്പോൾ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ്. അപ്പോൾ ആ ഒരു മൊബൈൽ ഫോണിനെ എയർപ്ലെയിൻ മോഡ് ആക്കിയൊക്കെ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയൊക്കെ ട്രൈ ചെയ്യുക. സോ എന്ത് കാര്യവും നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് സക്സസ് ആയിട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് എത്തുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ അത് സ്കിൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലോട്ട് നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത് അത് ഇപ്പോഴേ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ബ്രാഞ്ചസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ APJ Abdul Kalam Technological University offer various engineering branches that can be grouped into 4 broad categories based on their specialization. നമ്മുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് നമ്മൾ പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതേപോലെ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മളങ്ങനെ പലതരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ നമുക്കതിൽ വരുന്ന ഗ്രൂപ്പ് എ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണല്ലേ. സോ അതിൽ ഗ്രൂപ്പ് എ എന്ന് പറയുന്ന സമയത്ത് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, അതിൽ നമുക്ക് പല ബ്രാഞ്ചസ് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, CSE AI ആൻഡ് മെഷീൻ ലേണിംഗ്, CSI AI and ML, CS and Business System, CSC and BS, CS and Design, Cyber Security, AI and Data Science, Information Technology, CSC DS, CSC AI and DS, CSC Internet of Thinking, CSC Blockchain, CSC Cyber Security, CSC Internet of Thinking and CS including Blockchain Technology, Cyber Physical System. സോ ഇത്രയും ബ്രാഞ്ചസ് നമ്മുടെ ആ ഒരു സെക്ഷൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു എന്താ പറയുക സെക്ഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയണം അല്ലേ. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് അറിയണം. വാട്ട് യു വിൽ ലേൺ. സോ ഈ ഒരു S1 നിങ്ങൾ എന്തൊക്കെ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഫസ്റ്റ് അറിയണം. സോ അതിൽ നമ്പർ 1 ആണ് നമ്മുടെ മാത്തമെറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് 1. അതിൻ്റെ ക്രെഡിറ്റ് വന്നിട്ട് 1 ആണ്, 3 ആണ് നമ്മുടെ ക്രെഡിറ്റ് വരുന്നത്, 3 ആണ്. അതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഡെറിവേഷൻസ്, ഹയർ ഓർഡർ ഡെറിവേഷൻസ്, അതേപോലെ നമ്മുടെ ടാൻജൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിന് ആവശ്യമായിട്ടുള്ള മാത്തമെറ്റിക്സ് ആണ് നമ്മൾ ആ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡഡ് ആണ് ഓരോ സബ്ജക്റ്റിൻ്റെയും. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ ഫിസിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ്. അതിൻ്റെ ക്രെഡിറ്റ് വന്നിട്ട് 4 ആണ്. ഇവിടെ നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ള നമ്മുടെ ഫിസിക്സിന് അതിൻ്റെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. സോ ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതേപോലെ ക്വാണ്ടം മെക്കാനിസം, ദെൻ നമ്മുടെ സെമി കണ്ടക്ടർ ഫിസിക്സും അതുപോലെ സെമി കണ്ടക്ടർ ഡിവൈസസും ആണ്. ലൈക്ക് നമ്മുടെ LED, അതുപോലെ ഫോർവേഡ് ബയാസ്, അതുപോലെ റിവേഴ്സ് ബയാസ്, നമ്മുടെ ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ എന്താണ്, അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ,
പിന്നെ വരുന്നതാണ് നമ്മുടെ കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ. സോ ഇതിൽ നമ്മുടെ ബാറ്ററീസിനെ കുറിച്ചും നാനോ ടെക്നോളജിയെ കുറിച്ചും നമ്മുടെ വാട്ടർ ട്രീറ്റ്മെന്റിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ ത്രൂ പഠിക്കുന്നത്. നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് ആ ഒരു സബ്ജക്ട് ത്രൂ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ക്രെഡിറ്റ് വന്നിട്ട് 4 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നതാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്. സോ ഈ ഒരു സബ്ജക്ട് ത്രൂ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈനും അതുപോലെ സ്ട്രെയിറ്റ് ലൈനും ഒക്കെ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതേപോലെ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്, അവിടെ എങ്ങനെയാണ് നമ്മളൊരു ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ബാക്ക് വ്യൂയിലൊക്കെ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും, പിന്നെ ഐസോമെട്രിക് പ്രൊജക്ഷൻസ്, നമ്മുടെ 3Dയിലുള്ള ഒരു സാധനത്തെ നമ്മൾ 2Dയിലേക്ക് വരയ്ക്കുന്നത്, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ആ ഒരു സബ്ജക്ട് ത്രൂ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് വന്നിട്ട് 3 ആണ്. അടുത്തതാണ് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ DC ഇലക്ട്രിക് സർക്യൂട്ടും AC സർക്യൂട്ടും അതേപോലെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോണിക് ഡിവൈസസ് ഏതൊക്കെയാണെന്നും, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, അതുപോലെ മോഡേൺ ഇലക്ട്രോണിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻസും ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ത്രൂ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ക്രെഡിറ്റ് വന്നിട്ട് 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ ആണ്. സോ ഈ ഒരു സബ്ജക്ട് ത്രൂ നമ്മുടെ പൈത്തണിന്റെ ബേസിക്സ് ആണ്. എന്താണ് പൈത്തൺ, അതുപോലെ പൈത്തണിന്റെ വാരിയബിൾ എന്താണ്, ഡാറ്റ ടൈപ്പ് എന്താണ്, ലൂപ്സ് എന്താണ്, അതുപോലെ നമ്മൾ കണ്ടീഷൻസ് കൊടുക്കും, ഇഫ് എൽസ് അത് എന്താണ്, അതുപോലെ അരിത്തമെറ്റിക് ഓപ്പറേറ്റ്സ്. സോ ഈ ഒരു സബ്ജക്ട് ത്രൂ നമ്മൾ എന്താണ് നമ്മൾ പൈത്തൺ എന്നുള്ളത്, ഒരു ബേസിക് ആയിട്ട് പൈത്തനെ കുറിച്ചുള്ള ഐഡിയയും കാര്യങ്ങളും, ഒരു പ്രോഗ്രാം എഴുതാനൊക്കെ നിങ്ങൾ ഇതിൽ ത്രൂ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ക്രെഡിറ്റ്സ് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. സോ നമ്മുടെ ഈ ഓരോ സബ്ജക്ട്സും നമ്മൾ പാസ് ആവുന്നത് ത്രൂ നമുക്ക് ഈ ക്രെഡിറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ ഫെയിൽ ആയെന്ന് വിചാരിക്കാം, അപ്പൊ നമുക്ക് ആ ക്രെഡിറ്റ് കിട്ടത്തില്ല. ഓക്കെ, സോ ഇനി വരുന്നതാണ് ലാബ് ആൻഡ് പ്രാക്ടിക്കൽ സെക്ഷൻ. നമുക്ക് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ വർക്ക്ഷോപ്പ് ആണ് വരുന്നത്. അതിന്റെ ക്രെഡിറ്റ് വന്നിട്ട് 1 ആണ്. സോ അതിൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലായിട്ട് നമ്മൾ അതെങ്ങനെയാണ് ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. നമ്മൾ അതെന്താണോ നമ്മൾ പഠിച്ചത് അത് നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാണ്. അതിൻ്റെ ക്രെഡിറ്റ് വന്നിട്ട് 1 ആണ്. ഓക്കെ, സോ ഇനി ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ഉണ്ട്. അതിൽ നമുക്ക് വരുന്ന നമ്പർ 1 സബ്ജക്റ്റ് ആണ് ഹെൽത്ത് ആൻഡ് വെൽനെസ്. ഇതിൻ്റെ ക്രെഡിറ്റ് വന്നിട്ട് 1 ആണ്. അതിൻ്റെ കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, സോ ഈ ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും, നമ്മുടെ എക്സസൈസ്, അതുപോലെ അത് റിലേറ്റഡ് നമ്മളെ ആക്ടിവിറ്റീസും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. സോ അതിൻ്റെ ക്രെഡിറ്റ് വന്നിട്ട് 1 ആണ്. അതിൻ്റെ കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുന്നത് 100 മാർക്സ് ആണ്. ഓക്കെ, സോ ലൈഫ് സ്കില്ല് അതുപോലെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഇത് രണ്ടും ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ്. നമ്മുടെ ലൈഫ് സ്കില്ലും അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇംപ്രൂവ്മെന്റും എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ ത്രൂ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇനി ഹൗ യു വിൽ ബി ഇവാലുവേറ്റഡ്. ഓക്കെ, സോ ഈ 2 സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് ഇതിലൊന്ന് നമ്മുടെ മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസും ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗുമാണ്. സോ ഈ 2 സബ്ജക്റ്റിൻ്റെയും ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുന്നത് 40 മാർക്സിലാണ്. ഓക്കെ, ഈ 14 എന്ന് പറയുമ്പോൾ 5 മാർക്ക് നമുക്ക് അറ്റൻഡൻസിനാണ്. ഓക്കെ, 5 മാർക്സ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റൻഡൻസ് ത്രൂ നമുക്ക് കിട്ടുന്നതാണ്. ഇനി വരുന്നതാണ് അസൈൻമെന്റ് ആൻഡ് മൈക്രോ പ്രൊജക്റ്റിന് നമുക്ക് 15 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. അസൈൻമെന്റും അല്ലെങ്കിൽ അത് ചിലപ്പം ഓരോ സബ്ജക്ട് റിലേറ്റഡ് ആണ് അല്ലേ. ഇപ്പം ഈ 2 സബ്ജക്ട് റിലേഷൻ നോക്കിയിട്ട് ചില ടീച്ചേഴ്സ് ചിലപ്പം അസൈൻമെന്റ് ആയിരിക്കും, ചിലർക്ക് ചിലപ്പം പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പം ആ ഒരു സബ്ജക്ട് റിലേറ്റ് ചെയ്ത് ടീച്ചേഴ്സ് ചിലപ്പം അസൈൻമെന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരാം. അപ്പൊ അതൊക്കെ പ്രോപ്പർ ഡെഡ് ലൈന് മുന്നേ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 15 മാർക്കും നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി അടുത്തത് വരുന്നതെന്ന് പറയും നമ്മുടെ ഇന്റേണൽ എക്സാമിനേഷൻ ആണ്. അതിന് 10 മാർക്സ് ആണ് നമുക്ക് വരുന്നത്. ഇനി ഈ ഒരു സെക്ഷനിലും സെക്കൻഡ് ഇന്റേണൽ എക്സാമിനും നമുക്ക് 10 മാർക്സ് ആണ് വരുന്നത്. നമ്മുടെ KTU പറയുന്ന പ്രകാരം
നമ്മളടുത്ത് ഫസ്റ്റ് സീരീസിന് 40 മാർക്കിന്റെ ഒരു എക്സാംസ് ആണ് പറയാറുള്ളത്. ഈ 40 മാർക്കിന്റെ എക്സാമിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അനുസരിച്ച് അവർ 10 മാർക്സിലേക്ക് ആഡ് ഓൺ ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ഓൺ ചെയ്ത് വരുന്ന മാർക്കാണ് ഈ 14 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, അതായത് നമ്മുടെ ഫൈനൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതി വാങ്ങേണ്ട മാർക്കാണ് 16. ടോട്ടൽ നമുക്ക് 100 എന്ന് കിട്ടും. സോ ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ഇന്റേണൽ എക്സാമിനേഷന് അതായത് നമ്മുടെ സി മാർക്സ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇന്റേണൽ എക്സാമിനേഷൻ മാർക്കും അതേപോലെ നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ 16 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്നത് 100 ആണ്. സോ നമ്മൾ റിട്ടേൺലി മാക്സിമം നമ്മൾ പാസ് ആവാൻ വേണ്ടി നമുക്ക് 24 മാർക്സ് എങ്കിലും നമുക്ക് വേണം. ഓക്കെ, അപ്പം അത് എന്താണ്, റിട്ടേൺ ആയിട്ട് എഴുതി വാങ്ങണ 24 ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റേണൽ എക്സാമിന്റെ മാർക്ക് നമുക്ക് 26 എങ്കിലും വേണം. അപ്പം നമ്മുടെ ഈ ഒരു ടോട്ടൽ എന്ന് പറയുന്നത് 50 ആയിട്ട് മാറും. ഈ ഒരു സെക്ഷൻ നിങ്ങൾ ഓർത്തു വെക്കുക. നമുക്ക് റിട്ടേൺലി നമ്മൾ എഴുതി വാങ്ങുന്നത് ഈ ഒരു 40 മാർക്സ് അല്ലെ 24 മാർക്സ് ആണെന്ന് വിചാരിക്കുക. ഈ 24 എന്ന് പറയുന്ന സമയത്ത് അത് കുറയാനും പാടില്ല. അത് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ CGPA-നൊക്കെ അത് ഇമ്പ്രൂവ് ആവും അല്ലെ. ഈ ഒരു മാർക്ക് നിങ്ങൾ മാക്സിമം കൂട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സി മാർക്കാണ്. സോ ഇപ്പൊ നമ്മുടെ സി മാർക്ക് ഇവിടെ 26 ആണുള്ളതെന്ന് വിചാരിക്കുക. ഈ 26 എന്നത് കുറഞ്ഞ് 15 അല്ലെങ്കിൽ 20 ഒക്കെ ആവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു 15 ഇവിടെ കിട്ടുന്ന രീതിയിലോട്ട് നമുക്ക് ഇവിടെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മാർക്ക് കുറയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ കൂട്ടാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് 50 മാർക്ക് വേണം പാസ്സാവാൻ. അപ്പം ഇവിടെ ഇന്റേണൽ മാർക്ക് കുറയുന്നതിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ മാർക്ക് നിങ്ങൾ കൂട്ടാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ ടോട്ടൽ നമുക്ക് 50 കിട്ടിയാൽ മാത്രമേ നമ്മൾ പാസ്സാവത്തുള്ളൂ. അപ്പം അത് മനസ്സിൽ വിചാരിച്ചിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇൻ കേസ് പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ആണ്, ഇപ്പൊ സി മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ പാസ്സാവും എന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ട് നടക്കുന്ന ആൾ. അപ്പൊ നമ്മുടെ സി മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ എൻഡ് സെമസ്റ്റർ എക്സാമിന് നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു കാര്യം നല്ല രീതിയിൽ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, അടുത്തതാണ് ഹൗ യു വിൽ ബി ഇവാലുവേറ്റഡ്. സോ ഈ രണ്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസും കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ ആണ്. സോ ഈ രണ്ട് സബ്ജക്റ്റിന്റെയും ഇന്റേണൽ അസസ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് 40 മാർക്സ് ആണ് ഇന്റേണൽ അസസ്മെന്റ് ആയിട്ട് വരുന്നത്. അതിൽ നമുക്ക് 5 മാർക്സ് എന്ന് പറയുന്നത് അറ്റൻഡൻസ് ആണ്. സോ നമ്മൾ ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മാർക്ക് സുഖമായിട്ട് നമുക്ക് കിട്ടും. പിന്നെ വരുന്നതാണ് കണ്ടിന്യൂസ് അസസ്മെന്റ്. ഈ 10 എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും ആൾക്കാരുടെ രീതിയിലാണ് അത് കോൺട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ കണ്ടിന്യൂസ് അസസ്മെന്റ് എന്ന് പറയുന്നത് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് പ്രിപ്പറേഷൻ ആൻഡ് പ്രീ വർക്ക് ലാബിന് നമുക്ക് 2 മാർക്സും കണ്ടക്ട് ഓഫ് എക്സ്പെരിമെന്റ് അതിന് 2 മാർക്ക്, നമ്മുടെ ലാബ് റിപ്പോർട്ട് ആൻഡ് റെക്കോർഡ് കീപ്പിങ്ങിന് നമുക്ക് 3 മാർക്ക്, പിന്നെ വൈവ 3 മാർക്ക്. ഈ രീതിയിലാണ് നമ്മുടെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത്. 10 മാർക്സിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന 5 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ എക്സാമിനേഷൻ ആണ് നമ്മുടെ. സോ നെക്സ്റ്റ് നിങ്ങൾ നോക്കുക, ഇന്റേണൽ എക്സാമിനേഷൻ ആണ്, അതിൽ നമുക്ക് 10 മാർക്കാണ്. ഇനി ഇന്റേണൽ എക്സാമിനേഷൻ അഗെയിൻ നമുക്ക് 10 മാർക്കാണ്. പിന്നെ വരുന്നത് നമ്മുടെ ലാബിന്റെ എക്സാം ആണ്, അതിന്റെ 5 മാർക്സ്. സോ അതാണ് നമ്മൾ ഇവിടെയും മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് 16 ആണ്. സോ ടോട്ടൽ വരുമ്പോൾ നമുക്ക് 100 എന്നുള്ള രീതിയിൽ കിട്ടും. സോ ഇതിന് നമുക്ക് ഇന്റേണൽ, അതായത് കോളേജിൽ നിന്ന് ഉള്ള ഫാക്കൽറ്റി തന്നെ നടത്തുന്ന എക്സാമിനേഷൻ ആയിരിക്കും ലാബ് എന്നുള്ളത് ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കുക 14ഉം 16ഉം ആണ്. അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ അവിടെയും ആലോചിക്കുക. ഓക്കെ, അടുത്തതാണ് ഹൗ യു വിൽ ബി ഇവാലുവേറ്റഡ്. ഈ ഒരു സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് ആണ്. സോ അതിന്റെ ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുന്നത് 40 മാർക്സ് ആണ്. അതിന്റെ അറ്റൻഡൻസ് അതിൽ വരുന്നത് നമുക്ക് 5 മാർക്സ് ആണ്. അപ്പം നമ്മളൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായി അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്കേ ഉള്ളൂ അത്.
പിന്നെ വരുന്നതാണ് നമ്മുടെ അസൈൻമെന്റ് ആൻഡ് ലാബ് എക്സാം. ഇത് രണ്ടിനും കൂടി നമുക്ക് വരുന്നതാണ് 15 മാർക്സ് ആണ് വരുന്നത്. പിന്നെ ഇന്റേണൽ എക്സാമിനേഷൻ 1 നമുക്ക് 10 മാർക്സും ഇന്റേണൽ എക്സാമിനേഷൻ 2 നമുക്ക് 10 മാർക്സും. അങ്ങനെ നമുക്ക് ടോട്ടലി 40 മാർക്സ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു. അനദർ വരുന്നതാണ് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ, നിങ്ങൾക്ക് 16 മാർക്കാണ്. സോ ഇവിടെയും നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത് നമ്മുടെ ഈ ഒരു സെക്ഷനാണ്. ഈ ഒരു പോർഷൻ നിങ്ങൾ ഈ ഒരു സെക്ഷനിലും നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ? സോ ഹൗ യു വിൽ ബി ഇവാലുവേറ്റഡ്. ഇവിടെ നമ്മുടെ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. സോ ഇവിടെയും നമ്മുടെ ഇന്റേണൽ അസസ്മെന്റിൽ നമുക്ക് വരുന്നത് 40 മാർക്സ് ആണ്. ഈ 40 മാർക്സ് എന്ന് പറയുമ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് അറ്റൻഡൻസിന് 5 മാർക്സ് ആണ്. സോ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ക്ലാസ് പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 5 മാർക്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അടുത്തതാണ് കണ്ടിന്യൂസ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ആ അസസ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആക്യുറേറ്റ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാമിംഗ് ടാസ്ക് ആണ്. അതിന് നമുക്ക് 5 മാർക്സ് ആണ് അവിടെ കിട്ടാൻ പോകുന്നത്. പിന്നെ വരുന്നതാണ് നമ്മുടെ ഇന്റേണൽ എക്സാമിനേഷൻ. ഫസ്റ്റ് സെക്ഷന് നമുക്ക് 10 മാർക്സും സെക്കൻഡ് സെക്ഷന് നമുക്ക് 10 മാർക്കും. ഇനി അത് റിലേറ്റഡ് ആയിട്ട് നമുക്കൊരു ലാബ് എക്സാം വരുന്നുണ്ട്, അതിനും 10 മാർക്സ് ആണ്. ഇനി നമ്മുടെ ഫൈനൽ എക്സ്റ്റേണൽ എക്സാമിനേഷൻ, നമ്മുടെ യൂണിവേഴ്സിറ്റി നടത്തുന്ന എക്സാമിന് നമുക്ക് 16 മാർക്സ് ആണ്. സോ ഇവിടെയും നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട നേരത്തെ സെയിം ക്രൈറ്റീരിയ ആണ്. ഈ ഒരു സെക്ഷൻ നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തതാണ് ഹൗ യു വിൽ ബി ഇവാലുവേറ്റഡ്. സോ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിന്റെ വർക്ക്ഷോപ്പിന്റെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സെക്ഷൻ ഇവിടെ വരുന്നത്. ഇവിടെ നമ്മുടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് എന്ന് പറയുന്നത് 50 മാർക്കാണ്. അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് 5 മാർക്ക് നമ്മുടെ അറ്റൻഡൻസിനാണ്. പിന്നെ വരുന്നതാണ് പ്രിപ്പറേഷൻ, പ്രീ വർക്ക്, ലാബ്, എക്സ്പെരിമെന്റ്, വൈമ, ടൈംലി കംപ്ലീഷനിലായിട്ടുള്ള ലാബ് റിപ്പോർട്ട്സും റെക്കോർഡൊക്കെ പ്രോപ്പർലി നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ 45 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. അതായത് പ്രോപ്പർലി നിങ്ങൾ ലാബ് അറ്റൻഡ് ചെയ്യുക, റെക്കോർഡ് പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുക, അതുപോലെ വൈവ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക, അതേപോലെ തന്നെ എക്സ്പെരിമെന്റും പ്രീ വർക്ക് ലാബും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് 45 മാർക്കാണ് അവിടെ കിട്ടാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടെ 5 മാർക്കും, ടോട്ടൽ അങ്ങനെ 50 മാർക്ക്. അതിന്റെ തന്നെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് ഇന്റേണൽ ഇവാലുവേഷൻ ആണ് ഉണ്ടാവുക. നമ്മളെ കോളേജിൽ തന്നെയുള്ള ഒരു ഫാക്കൽറ്റി ആയിരിക്കും അത് നടത്തുന്നത്. അത് നമുക്ക് 50 മാർക്സിലാണ് വരുന്നത്. അവിടെ നമ്മുടെ പ്രൊസീജിയർ അല്ലെങ്കിൽ അൽഗോരിതം അല്ലെങ്കിൽ അതിന്റെ ഡിസൈനിങ് കാര്യങ്ങളും നമ്മൾ പ്രോപ്പർലി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 മാർക്സ് അവിടെ കിട്ടും. ഇനി അത് നമ്മൾ അതിന്റെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 15 മാർക്ക് അതിൽ ത്രൂ നിങ്ങൾക്ക് കിട്ടും. ഇനി അത് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്, വാലിഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതെങ്കിൽ അവിടെയും നിങ്ങൾക്ക് 10 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഇനി അഗൈൻ അവർ ചോദിക്കുന്ന വൈവ പ്രോപ്പർലി നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 10 മാർക്ക്. ഇനി നമ്മളെ കീപ്പ് ചെയ്ത നമ്മുടെ റെക്കോർഡിന് നമുക്കിവിടെ 5 മാർക്സ്, അങ്ങനെ 50 മാർക്സ്. സോ ഈ ഒരു സെക്ഷനും കിട്ടിയ സുഖമായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്കേ ഉള്ളൂ അത്. ഓക്കെ, അടുത്തതാണ് ഇനി അറ്റൻഡൻസ് മാറ്റേഴ്സ്. സോ നമ്മുടെ അറ്റൻഡൻസിന് ഭയങ്കരമായൊരു ഇമ്പോർട്ടൻറ്റ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ അറ്റൻഡൻസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിനിമം അറ്റൻഡൻസ് ഇസ് മാൻഡറ്ററി ഫോർ എക്സാം എലിജിബിലിറ്റി. നമുക്ക് 75% എബോവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി ഹെൽപ്പ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ്സ്. നിങ്ങൾക്കറിയാം എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഒക്കെ കമ്പാരറ്റീവ്ലി നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കോളേജിൽ പ്രോപ്പർലി നിങ്ങൾ ക്ലാസ്സുകളിൽ പോയിട്ട് ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഷോർട്ട് നോട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതിയാൽ മാത്രമേ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്പ് ആവത്തുള്ളൂ. ഇംപ്രൂവ് ഇന്റേണൽ അസസ്മെന്റ് മാർക്ക്. സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇന്റേണൽ അസസ്മെന്റ്, അതായത് നിങ്ങളുടെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ എൻഹാൻസ് ഇന്ററാക്ഷൻ വിത്ത് ദ ഫാക്കൽറ്റി. ഇപ്പൊ നമ്മൾ കോളേജിലെ ടീച്ചേഴ്സുമായിട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ്, ആ കാര്യങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുക. പ്രോപ്പർലി നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ചെയ്ത് പോകുന്ന സമയത്ത് കുറച്ചും കൂടി നിങ്ങൾക്ക് എന്തായിരിക്കും സബ്ജക്ട് നോളജും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഇനി ബിൽഡ് ഡിസിപ്ലിൻ ആൻഡ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്. സോ നിങ്ങൾ ഇപ്പം എഞ്ചിനീയറിംഗിലോട്ട് കാലെടുത്ത് വെച്ചു. സോ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അതിലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇത് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി ട്രൈ. എന്ത് കാര്യം ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു പ്രൊഫഷണൽ രീതിയിലും അതുപോലെ ഒരു ഡിസിപ്ലിൻ ആയിട്ടും നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. ഓക്കെ,
ഇനി അറ്റൻഡൻസിന്റെ ഒരു മാർക്ക് റൂൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 85 to 100 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മാർക്ക്. നമ്മൾ നേരത്തെ അറ്റൻഡൻസിന്റെ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അറ്റൻഡൻസിന് നമുക്ക് 5 മാർക്സ് ആണ് വരുന്നത്. ആ 5 മാർക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റൻഡൻസ് നമുക്ക് 85 to 100 ആണെന്നുണ്ടെങ്കിൽ 5 നമുക്ക് കിട്ടും. ഇനി 80 to 85 ആണെങ്കിൽ നമുക്ക് 4 മാർക്കാണ് കിട്ടുക. നമ്മുടെ മാർക്ക് കുറയുന്നുണ്ടോ? 75ഉം 80ന്റെയും ഇടയിലാണെങ്കിൽ നമുക്ക് 3 മാർക്സ് ആണ് കിട്ടുക. ഇനി 70ന്റെയും 75ന്റെയും ഇടയിലാണെങ്കിൽ നമുക്ക് 2 മാർക്സ് ആണ് കിട്ടുന്നത്. ഇനി 60ന്റെയും 70ന്റെ ഇടയിലാണെങ്കിൽ 1. ഇനി 60 അതിൽ താഴോട്ടാണെങ്കിൽ 0 മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്രൈറ്റീരിയ ഈ ഒരു സെക്ഷനിലോട്ട് എത്താൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സെക്ഷനാണ് നമ്മുടെ ഇയർ ഔട്ട് ക്രൈറ്റീരിയ. സോ നിങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇയർ ഔട്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ ഇയർ ഔട്ട് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രെഡിറ്റ് പോയിന്റ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5th സെം ആവുന്ന സമയത്ത് 18 ക്രെഡിറ്റ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5th സെമ്മിലോട്ട് റെഗുലർ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതായത് നിങ്ങളുടെ S1ഉം S2ത്തെയും മാർക്ക് ടോട്ടൽ ആയി കഴിഞ്ഞാൽ 44 ക്രെഡിറ്റ്സ് ആണ് ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് ഒരു 80 ക്രെഡിറ്റ്സ് എങ്കിലും 18 ക്രെഡിറ്റ്സ് എങ്കിലും വേണം. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മുടെ സെമസ്റ്റേഴ്സ് ആണ് 1st, 2nd, 3rd, 4th, 5th, 6th, 7th, 8th ആണ്. ഇനി ടോട്ടൽ അലോക്കേറ്റഡ് ക്രെഡിറ്റ് ആണ്. സോ നമ്മുടെ കരിക്കുലം അനുസരിച്ച് ഫസ്റ്റിൽ നമുക്ക് 20, 2nd 24, 3rd 25, 4th 24, 5th നമുക്ക് 23 ആൻഡ് 6th നമുക്ക് 23, 7th നമുക്ക് 70 ആൻഡ് 8th നമുക്ക് 11. സോ ഇത് നമുക്ക് ഇങ്ങനെ ഹ്യൂമിലേറ്റീവ് ആയിട്ട് ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ 20നോട് 24 ആഡ് ചെയ്തു, അങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് എല്ലാ സബ്ജക്ട്സും നമ്മൾ പാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് 167 ക്രെഡിറ്റ്സ് നമുക്ക് കിട്ടും. സോ ഒരു ബിടെക്കിൽ റെഗുലർ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് നോട്ടാണെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ ആണ് ഈ ക്രെഡിറ്റിന്റെ കാര്യം. അത് റെഗുലർ ആണെന്നുണ്ടെങ്കിലും ലാറ്ററൽ എൻട്രിക്കാരാണെന്നുണ്ടെങ്കിലും റെഗുലർ ബിടെക് ആണെങ്കിലും ലാറ്ററൽ എൻട്രിക്കാരാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് സെമസ്റ്ററിലും 2nd സെമസ്റ്ററിലും ഇവിടെ എന്താണ് നോട്ട് ആപ്ലിക്കബിൾ ആണ്, ഇവിടെ നോട്ട് ഇൻസിസ്റ്റഡ് ആണ്. അഗെയിൻ ഇവിടെയും നോട്ട് ഇൻസിസ്റ്റഡ് ആണ്. സോ ഇവരിപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ. സോ ഈ ഒരു സെക്ഷനിൽ ഇവിടെ നോക്കണ്ട. സോ നമ്മുടെ റെഗുലർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 5th സെമസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മിനിമം വേണ്ടത് 18 ക്രെഡിറ്റ് ആണ്. ആ 18 ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് അതിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇനി വരുന്നത് പിന്നെ നിങ്ങൾക്ക് അത് വരുന്നത് നമ്മുടെ 7th സെമസ്റ്ററിലാണ്. ആ 7th സെമസ്റ്ററിലോട്ട് നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ 37 ക്രെഡിറ്റ്സ് വേണം. നമ്മുടെ S1 മുതൽ S4 വരെയുള്ള സബ്ജക്റ്റിൽ മിനിമം നിങ്ങൾക്ക് കിട്ടേണ്ടത് 37 ക്രെഡിറ്റ്സ് എങ്കിലും കിട്ടണം. ഇനി നമ്മുടെ ലാറ്ററൽ എൻട്രിക്കാരുടെ കേസ് നോക്കുകയാണെങ്കിൽ 15 ക്രെഡിറ്റ്സ് പോയിന്റ് കിട്ടണം. അവർക്ക് S3 S4 അവർക്ക് എത്ര കിട്ടണം? 15 ക്രെഡിറ്റ്സ് പോയിന്റ് കിട്ടണം. സോ ഈ രീതിയിലാണ് നമ്മുടെ ആ ഒരു ഇയർ ഔട്ട് ക്രൈറ്റീരിയ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. S1ലും S2ലും ഒക്കെ നിങ്ങൾക്ക് മാക്സിമം പഠിച്ചാൽ പാസ്സാവുന്ന സബ്ജക്ട്സേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ ക്ലാസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന മുതലേ നിങ്ങൾ പഠിച്ച് പ്രോപ്പറായിട്ട് പോയി കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് പാസ്സാവും. അതിന് ഓരോ സബ്ജക്റ്റും നമുക്ക് ഓരോ പെർട്ടിക്കുലർ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നമ്മൾ പാസ്സാവുന്നതിനനുസരിച്ച് ക്രെഡിറ്റ് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ക്രെഡിറ്റ് കൂട്ടും അല്ലേ. സോ അവിടെ മിനിമം ആണ് നമ്മളോട് 18 ക്രെഡിറ്റ് പറഞ്ഞത്. ഓക്കെ, സോ അതുപോലെ ഇവിടെ നമുക്ക് 37. ഇതാണ് നമ്മുടെ ഇയർ ഔട്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അടുത്തതാണ് നമ്മുടെ ആക്ടിവിറ്റി പോയിന്റ്. സോ ആക്ടിവിറ്റി പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് വേണടാ? ഒരു 3 ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് വേണം. ആ 3 ക്രെഡിറ്റ്സും നമുക്ക് 3 സെക്ഷൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഓരോ സെക്ഷനിൽ നിന്നും നമുക്ക് 40 പോയിന്റ്സ് നമുക്ക് കിട്ടണം. ആ 40 പോയിന്റ്സ് മിനിമം 40 പോയിന്റ്സ് ഉണ്ടെങ്കിൽ 1 ക്രെഡിറ്റ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ അതിൽ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് NCC അല്ലെങ്കിൽ NSS, NSO ഇതുപോലുള്ളതും അതുപോലെ ആർട്സ്, സ്പോർട്സ്, ഗെയിംസ്, പിന്നെ യൂണിയൻ ആൻഡ് ക്ലബ് ആക്ടിവിറ്റീസ് ഇതിൽ ഏതിലെങ്കിലും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് മിനിമം 40 പോയിന്റ്സ്, അതിൽ കൂടിയാലും കുഴപ്പമില്ല, മിനിമം 40 പോയിന്റ്സ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 1 ക്രെഡിറ്റ് അവിടെ നിന്ന് കിട്ടുള്ളൂ. അടുത്തതാണ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വാലിഡ് ഗ്രേഡ് സ്കോർ. പിന്നെ വരുന്നതാണ് ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ്,
പിന്നെ നമ്മുടെ കോൺഫറൻസ് പേപ്പർ, അതുപോലെ യൂണിവേഴ്സിറ്റി ലെവൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ ഹാക്കത്തോൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ നിന്നും മിനിമം 40 മാർക്ക് കിട്ടിയാലാണ് ഇവിടെ ഒരു 1 ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടുക. ഇനി again മൂന്നാമത്തെ സെക്ഷനിൽ നമുക്ക് എന്താണ്, ജേർണൽ പബ്ലിക്കേഷൻ, അതുപോലെ സ്റ്റാർട്ടപ്പ്, ഇന്നോവേഷൻസ്, വിന്നർ ആവുക, അല്ലെ നാഷണൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ ഹാക്കത്തോൺസിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിന്നർ ആവുക. പിന്നെ സ്കിൽ സർട്ടിഫിക്കേഷൻ, അതും നമ്മുടെ യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഓരോ 3 സെക്ഷനിൽ നിന്നും മിനിമം 40 മാർക്ക്, ഫസ്റ്റ് സെക്ഷനിൽ നിന്നും 40 മാർക്ക്, സെക്കൻഡ് സെക്ഷനിൽ നിന്നും 40 മാർക്ക്, തേർഡ് സെക്ഷനിൽ നിന്നും 40 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഓരോ സെക്ഷനിൽ നിന്നും ഓരോ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് 3 ക്രെഡിറ്റ്സ് എന്ന് കിട്ടും. അതായത് ഓരോ ഗ്രൂപ്പിൽ നിന്നും വേണം ഈ ഈച്ച് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, so students are required to acquire minimum 120 activity points with at least 40 points per group. നമുക്ക് ഇതിൽ നിന്ന് ടോട്ടൽ ആയിട്ട് കിട്ടാൻ പോകുന്നത് 120 പോയിന്റ് ആണ്. അത് ഓരോരോ ഗ്രൂപ്പിൽ നിന്നും 40 പോയിന്റ്സ് വെച്ചിട്ടാണ് നമുക്ക് ഈ 120 പോയിന്റ് വരുന്നത്. സോ ഇത് നമ്മുടെ റെഗുലർ ബിടെക്കാരുടെ കേസിലാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ ലാറ്ററൽ എൻട്രിക്കാരുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഓരോ ഗ്രൂപ്പിൽ നിന്നും 30 പോയിന്റ്സ് വീതമാണ് അവർ നേടേണ്ടത്. അങ്ങനെ അവർക്ക് ടോട്ടൽ 90 പോയിന്റ്സ് ഉണ്ടാവും. അതായത് നമ്മുടെ ബിടെക് റെഗുലർ ആയിട്ടുള്ള ആൾക്കാരതും ബിടെക് റെഗുലർ ആൻഡ് ഇവിടെ നമ്മുടെ ബിടെക് ലാറ്ററൽ എൻട്രി. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ടോട്ടൽ നമ്മുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് ടോട്ടൽ നമുക്ക് 120 പോയിന്റ്സ് ആണ്. ഇവിടെ നമുക്ക് ടോട്ടൽ കിട്ടേണ്ടത് 19 പോയിന്റ് ആണ്. സോ ഗ്രൂപ്പ് 1ൽ നിന്നും നമുക്ക് വേണ്ടത് 40 പോയിന്റ്സ് ആണ്. ഇനി ഗ്രൂപ്പ് 2ൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് 40 പോയിന്റ്സ് ആണ്. അഗെയിൻ ഗ്രൂപ്പ് 3ൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് 40 പോയിന്റ്സ് ആണ്. 40 points. Again ഇത് ടോട്ടൽ ചെയ്തിട്ടാണ് നമുക്ക് ഈ ടോട്ടൽ കിട്ടുന്നത്. ഓക്കെ, ഇനി അഗെയിൻ നമ്മുടെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ഗ്രൂപ്പ് 1ൽ നമുക്ക് കിട്ടേണ്ടത് 30 പോയിന്റ്സ് ആണ്. അഗെയിൻ ഗ്രൂപ്പ് 2വിലും സെയിം ആസ് നമുക്ക് 30 പോയിന്റ്സ്. ഇനി ഗ്രൂപ്പ് 3ലും നമുക്ക് 30 പോയിന്റ്സ്. ടോട്ടൽ ആണ് നമുക്ക് 19 പോയിന്റ്സ്. സോ അങ്ങനെ കിട്ടുമ്പോൾ ഇവിടെ നമുക്ക് 3 ക്രെഡിറ്റ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എഗെയിൻ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിലും 3 ക്രെഡിറ്റ്. സോ ഈ രീതിയിലാണ് നമ്മുടെ ആക്ടിവിറ്റി പോയിന്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾക്ക് വരുന്നൊരു കൺഫ്യൂഷൻ ആണ്, ഈ ഓരോ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് 150 അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ 3 ക്രെഡിറ്റ് കിട്ടത്തില്ലേ എന്നാണ്. അങ്ങനെ കിട്ടത്തില്ല. നമുക്ക് ഓരോ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഈ ഒരു മിനിമം 40 കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ ഈ 3 ക്രെഡിറ്റ്സ് അവിടെ കിട്ടത്തുള്ളൂ. ക്ലിയർ? സോ ഇനി കീ ടു സക്സസ്. സോ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് ആവണം എന്നല്ലേ നമുക്ക് മനസ്സിലാഗ്രഹം ഉണ്ടാവുക. സോ നമുക്ക് നമ്മുടെ S1ലെ നമ്മുടെ സക്സസ് ജേണി അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അറ്റൻഡ് എവറി ക്ലാസ്. നമുക്ക് ഓരോ സബ്ജക്ട്സിനും നമുക്ക് ക്ലാസ് ഉണ്ടാവും, ലാബും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഫേസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് ആണ് സ്റ്റഡി മൊഡ്യൂൾ വൈസ്. അപ്പം നമുക്ക് നോർമലി നമ്മുടെ 24 സ്കീം അനുസരിച്ച് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും നമുക്ക് വരുന്നത് 4 മൊഡ്യൂളാണ് അല്ലേ. അപ്പം ഓരോ മൊഡ്യൂളും ആ മൊഡ്യൂൾ വൈസ് തന്നെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങളതായ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം പല രീതിയിലും പല കുട്ടികളും പല രീതിയിലും നമുക്ക് പഠിക്കുന്നുണ്ട്. ഓരോ കുട്ടികളും ഓരോ വീക്കിൽ ഇന്ന സെക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇന്ന രീതി ഞാൻ ഫോളോ ചെയ്ത് തീർക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് സെൽഫ് സ്റ്റഡി ചെയ്യുക അല്ലേ. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് പാസ്സാവണം അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് എനിക്ക് ഇത്ര കൂടുതൽ സമയം എടുത്താൽ എനിക്കത് തീരത്തുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാകും. നമുക്ക് ചില സബ്ജക്റ്റ് ഭയങ്കര ടഫായിരിക്കും, ചില സബ്ജക്റ്റ് നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ചില സബ്ജക്റ്റ് നമുക്ക് ക്ലാസ്സിൽ മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ സബ്ജക്റ്റും മൊഡ്യൂൾ വൈസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങളെ രീതിയിൽ നിങ്ങൾക്കാണ് അറിയുന്നത്. ചില കുട്ടികൾക്ക് രാവിലെ ഇരുന്ന് പഠിച്ചാൽ മനസ്സിലാവും, ചിലർക്ക് നൈറ്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈം ഉണ്ട്. അപ്പം നിങ്ങളുടെ കൺവീനിയൻറ്റ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു മൊഡ്യൂൾ വൈസ് ആയിട്ട് നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ ടൈം സെറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ കംപ്ലീറ്റ്സ് നോട്ട് വീക്ക്ലി. നമുക്ക്
ഓരോ വീക്കും എല്ലാ വീക്കിലും നമുക്ക് ക്ലാസ് ഉണ്ടാവും, നോട്ട്സ് സബ്മിറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീക്കത്തെ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത വീക്ക് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എക്സാം അടുപ്പിച്ച് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ലാഗ് ആക്കി വെക്കാതിരിക്കുക. മാക്സിമം ഇന്ന് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ നോക്കുക. അപ്പം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും, പേജ് അവിടെ പെൻഡിങ് വെച്ചിട്ട് പിന്നെ നമ്മൾ അത് പിന്നെ അവിടെ വെച്ച് മാറുന്നു. എക്സാമിൻ്റെ ആ സമയത്തേക്കും പിന്നെ നമ്മളത് നോക്കുക. അപ്പം എന്ത് ചെയ്യുക, അന്നുള്ളത് അന്നു തന്നെ തീർക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. റിവൈസ് ആഫ്റ്റർ എവറി മൊഡ്യൂൾ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിൻ്റെ മുന്നേ ഓരോ മൊഡ്യൂളും നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞ് നിങ്ങൾ 4th എത്തുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ചിലപ്പം ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് 2 മൊഡ്യൂൾ പഠിച്ച് പിന്നെ നിങ്ങൾ സെക്കൻഡും തേർഡും 4ും ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റിൽ എന്താ പഠിച്ചെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ പീരീഡ് എത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അതിങ്ങനെ റിവൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പം ഇങ്ങനെ റിവൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ എക്സാം അടുപ്പിച്ച് നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ബേർഡൻ ആയിട്ട് അവിടെ ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, അതുപോലെ പ്രാക്ടീസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അപ്പം നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ മാത്തമാറ്റിക്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിങ്ങനെ സോൾവ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് ടൈം മാനേജ്മെൻറ്റും നമുക്ക് എവിടെയാണ് നമ്മളെ മിസ്റ്റേക്ക് വരുന്നതെന്നും എന്തുകൊണ്ടാണ് നമുക്ക് ആ മിസ്റ്റേക്ക് വരുന്നതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുക. അറ്റൻഡ് ലാബ്സ് റെഗുലർലി. ഇപ്പം നമ്മൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ലാബ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യില്ല. എക്സാം അടുപ്പിച്ച് ലാബ് സെക്ഷൻ പോയി ചെയ്യും, കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാതെ പ്രോപ്പറായിട്ട് ആ കറക്റ്റ് ടൈമിൽ ലാബ് അറ്റൻഡ് ചെയ്യുക, ലാബ് വർക്കുകൾ പ്രോപ്പറായിട്ട് ചെയ്യുക, റെഗുലറായിട്ടെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി ട്രൈ ചെയ്യാം. പ്രിപ്പയർ ബിഫോർ ഇന്റേണൽസ്. സോ നിങ്ങളുടെ ഇന്റേണൽ എക്സാമിൻ്റെ മുന്നേ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യുക. അതേപോലെ നിങ്ങൾ S1 ഇപ്പോൾ കയറിയിട്ടുള്ളൂ അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി സെക്ഷൻ, നിങ്ങളുടേതായ ഒരു സെൽഫ് സ്റ്റഡി നിങ്ങൾ കീപ്പ് ചെയ്ത് കൊണ്ടുവരിക. നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾക്ക് സെക്യൂർ ആക്കേണ്ടത്, നിങ്ങളുടെ കരിയറാണ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പോഴേ അത് സെറ്റ് ചെയ്താൽ മാത്രമേ മുന്നോട്ട് റെഡി ആവത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇപ്പോഴേ നിങ്ങൾ ആ ഒരു ടൈം നിങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എൻജോയ്മെൻറ്റ് വേണം, കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണം, കോളേജ് അല്ലാത്ത പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം. എന്നാൽ നമ്മുടെ സ്റ്റഡീസ് അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഗോളിലേക്ക് നമുക്ക് പ്രോപ്പറായിട്ട് എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടൊരു ടൈമും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ നോക്കേണ്ടത്. സോ നിങ്ങളുടെ കരിയർ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിലൂടെ നിങ്ങൾ കാലെടുത്ത് വെച്ചു. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ S1 to S8 വരെ നല്ല അടിപൊളി ലൈഫായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പറയുന്നു. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.